ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ കഴിഞ്ഞ ഘട്ടത്തിൽ നടന്ന LGS പരീക്ഷയുടെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന LGSന്റെ ഒരു ഘട്ടം കൂടി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 10th പ്രിലിംസ് ആണ് ഇനി വരാനിരിക്കുന്നത് അല്ലെ. ഡിസംബർ 28 തുടങ്ങി ഫെബ്രുവരി വരെ 4 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന 10th പ്രിലിംസും കൂടി ഉണ്ട്. അപ്പൊ ഏകദേശം ഒരേ പാറ്റേണിലാണ് LGSന്റെ ആയാലും 10th പ്രിലിംസിന്റെ ആയാലും ഒക്കെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു ബേസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ്. അപ്പൊ ഇനി വരുന്ന പരീക്ഷയ്ക്ക് അധികം കാര്യമായിട്ടൊന്നും പ്രിപ്പറേഷൻ തുടങ്ങാത്തവരാണ് എങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ ഭാഗങ്ങളെല്ലാം തന്നെ നോക്കിയിട്ട് പോവുക. അപ്പൊ അവസാന നിമിഷം നമുക്കൊന്ന് പഠിച്ചെടുക്കാൻ പറ്റിയ ഭാഗങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് 1857 കലാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന 1857 കലാപം. ആ കലാപത്തിലെ റീസൺസ് എന്തൊക്കെയാണ്, കാരണങ്ങൾ എന്നുള്ളത് നോക്കണം. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് നോക്കണം. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വ്യക്തികളുടെ പേരുണ്ട് അല്ലെ. ഓരോരോ സ്ഥലങ്ങളില് ആരൊക്കെയാണ് കലാപം നയിച്ചത് എന്നും ആരൊക്കെയാണ് കലാപം അടിച്ചമർത്തിയത് എന്നും, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളും അതുമായി ബന്ധപ്പെട്ട വാചകങ്ങളും, അതായത് എന്താണ് വിശേഷണങ്ങൾ അല്ലെ, ഇതെല്ലാം നമ്മൾ നോക്കണം. ഇത്രയും കാര്യങ്ങൾ ഏതൊരു പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗം നോക്കാം നമുക്ക്. സ്റ്റേറ്റ്മെന്റ്: കാൺപൂർ കേന്ദ്രമായി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക. ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിലും ആരൊക്കെയാണ് കലാപം നയിച്ചിരുന്നത് എന്നുള്ളത് പഠിക്കണം. ഇവിടെ നോക്കിയേ, കാൺപൂരില് മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത് അല്ലെ. മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത്. പക്ഷെ കാൺപൂരില് നേതൃത്വം നൽകിയത് നാനാ സാഹിബും അതുപോലെ തന്നെ താന്തിയ തോപ്പിയുമാണ്. നാനാ സാഹിബ് ഒക്കെ എന്തുകൊണ്ടാണ് ഈ കലാപത്തിലേക്ക് വരാൻ കാരണം? എന്തുകൊണ്ടാണ്? ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അല്ലെ, ദത്താവകാശ നിരോധന നിയമം, ആ ഒരു നിയമപ്രകാരമാണ് അവർക്കൊക്കെ രാജ്യം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള അവസ്ഥ എത്തിയപ്പോഴാണ് അവരൊക്കെ കലാപത്തിലേക്ക് വരുന്നത്. അതുപോലെ ബീഗം ഹസ്രത് മഹൽ എവിടെയാണ്? ലക്നൌവിലാണ് അദ്ദേഹം അല്ലെങ്കിൽ അവര് സമരം നയിച്ചിരുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബീഗം ഹസ്രത് മഹൽ ഫൈസാബാദിലല്ല, ലക്നൌവിലായിരുന്നു. ലക്നൌ കേന്ദ്രമാക്കിയിട്ടല്ല മൗലവി അഹമ്മദുള്ള അല്ലെ. അപ്പൊ 2ഉം 3യും തെറ്റാണ്. എന്നാൽ ഒന്നാമത്തെ എന്താണ്? ശരിയാണ്. കാൺപൂരില് ആരൊക്കെയായിരുന്നു? നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. താന്തിയ തോപ്പി അദ്ദേഹത്തിന്റെ സൈനിക പരമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് താന്തിയ തോപ്പി. അപ്പൊ അവരാണ് കലാപം നയിച്ചിരുന്നത്. അതുപോലെ എപ്പോഴും ചോദിക്കുന്നതാണ് ഡൽഹിയിൽ ആരാണ് എന്ന്. ആരായിരുന്നു? ഡൽഹിയില് ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ അല്ലെ. മുഗൾ രാജാവായിരുന്ന ബഹദൂർ ഷാ സഫർ ആണ്. അതുപോലെ ജനറൽ ഭക്ത് ഖാൻ, ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഡൽഹിയിൽ. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലെയും നമ്മൾ പഠിക്കണം. അത് ചോദിക്കാറുണ്ട്, ഇതുപോലെ ചോദിക്കും, ചിലപ്പോൾ മാച്ച് ചെയ്യാനായിട്ടും ചോദിക്കാറുണ്ട്. അപ്പൊ ശരിയായതാണ് നമ്മളോട് ചോദിച്ചത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അടുത്ത ചോദ്യം നോക്കൂ. ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം. വളരെ എക്കണോമിക്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമാണ് ചോർച്ചാ സിദ്ധാന്തം അല്ലെ, ദാദാഭായ് നവറോജിയുടെ. അപ്പോ ദാദാഭായ് നവറോജിയുടെ പ്രത്യേകമായിട്ട് നമ്മൾ പുസ്തകം പഠിക്കാറുണ്ട് ഓരോ വ്യക്തികളുടെയും അല്ലെ. അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അതിലാണ് ഇതിനെ കുറിച്ചിട്ട് പറയുന്നത്? ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ചിട്ട് പറയുന്നത്. ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ച് പറയുന്നത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ആ പുസ്തകത്തിലാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജി അല്ലെ, അദ്ദേഹത്തിന്റെ പ്രത്യേകതകള് നോക്കണം. INC-യുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട്. അത് നോക്കണം.
അപ്പൊ അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി പോവാ. പ്രധാനമായിട്ട് ചോദിക്കുന്ന വ്യക്തികളാണ് ഇതെല്ലാം. ദാദാഭായ് നവറോജി, രാജാറാം മോഹൻ റോയ്, ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ എടുത്തെടുത്ത് ചോദിക്കാറുണ്ട്. സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോ പുസ്തകം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അതാ രാജാറാം മോഹൻ റോയുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ചോദ്യം. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. അമൃത് ബസാർ പത്രിക, സ്വദേശി ചിത്രം, മിറാത്ത് ഉൽ അക്ബർ, സംബാദ് കൗമുദി. അപ്പോ ഇന്ത്യൻ റിനൈസൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ബ്രഹ്മസമാജത്തെ കുറിച്ച് ചോദിക്കാം, ബ്രഹ്മസഭയെ കുറിച്ച് ചോദിക്കാം, അതുപോലെ അദ്ദേഹത്തിന്റെ പത്രങ്ങൾ ചോദിക്കാം. ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പത്രങ്ങള്? മിറാത്ത് ഉൽ അക്ബറും സംബാദ് കൗമുദിയും. 3ഉം 4ഉമാണ് അദ്ദേഹത്തിന്റെ പത്രങ്ങൾ. അമൃത് ബസാർ പത്രിക ആരുടെയാ? നമ്മള് പുസ്തകത്തിലെ പാഠപുസ്തകത്തില് പഠിക്കാനുണ്ട് അല്ലെ. ആ ഒരു ഭാഗം നമ്മള് ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ഭാഗമാണ്. അതൊന്ന് കമന്റ് ചെയ്തേക്കണേ എല്ലാവരും. ആരുടെയാണ് അമൃത് ബസാർ പത്രിക എന്ന് പറയുന്ന ആ ഒരു പ്രസിദ്ധീകരണം ആരുടെയാണ് എന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഒന്ന് നോക്കിയേ, രാജാറാം മോഹൻ റോയുടെ ഏതൊക്കെയാണ്? മിറാത്ത് ഉൽ അക്ബറും സംബാദ് കൗമുദിയുമാണ്. സംബാദ് കൗമുദിയും മിറാത്ത് ഉൽ അക്ബറും. അപ്പൊ തെറ്റിപ്പോവരുത്. ഓപ്ഷൻ ഏതാണ്? 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. നമ്മളോട് പത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ 3ഉം 4ഉം. അപ്പൊ 1ഉം 2ഉം അല്ല കേട്ടോ. അടുത്തത് 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യർ കലാപത്തിന്റെ കാരണം. കേരളത്തിലെ കലാപങ്ങൾ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് 1821 മലബാറിൽ അല്ലെങ്കിൽ മലബാർ ഏരിയയിൽ നടന്ന, വയനാടൊക്കെ നടന്ന കുറിച്യർ കലാപം എന്ന് പറയുന്നത്. ട്രൈബ്സ് ആണ് അല്ലെ, ഗോത്ര കലാപമാണ്. കുറിച്യരും കുറുമ്പരും ഒക്കെ പങ്കെടുത്ത കലാപമാണ് കുറിച്യർ കലാപം എന്ന് പറയുന്നത്. പഴശ്ശി കലാപത്തിന് ശേഷം വയനാട് ഭാഗത്ത് ബ്രിട്ടീഷുകാർ നേരിട്ട ഏറ്റവും ശക്തമായിട്ടുള്ള മറ്റൊരു കലാപമാണ് കുറിച്യർ കലാപം എന്ന് പറയുന്നത്. നേതാവ് ആരാണ്? രാമൻ നമ്പിയാണ്. രാമൻ നമ്പിയാണ് നേതാവ്. എന്തായിരുന്നു ഇതിന്റെ കാരണം എന്നുള്ളത്? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. എന്തായിരുന്നു ഈ ഒരു കലാപത്തിന്റെ കാരണം? ഇത് 3ഉം കാരണമായിരുന്നു. എന്തൊക്കെയാണ്? ബ്രിട്ടീഷുകാർ അമിത നികുതി ഏർപ്പാടാക്കി. അതായത് അവരുപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കൾക്കും നികുതി ഏർപ്പാടാക്കി. അപ്പൊ അവര് കാടിനെ ആശ്രയിച്ച് വളർന്നിരുന്നവർക്ക്, കാടിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവർക്ക് നികുതി ഈടാക്കിയത് മാത്രമല്ല, നികുതി പണമായി അടയ്ക്കാനും, അതുപോലെ ആ പണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതും ഒക്കെ കാരണമാണ്. വെട്ടിച്ചൂട്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ശരിക്കും നികുതി പരിഷ്കാരങ്ങളെല്ലാം വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ് കലാപത്തിന്റെ കാരണം? 1ഉം 2ഉം 3ഉം കാരണമായിട്ട് വരുന്നുണ്ട്. കണ്ടോ? അപ്പൊ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പൊ അതിനെ കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം മനസ്സിലാക്കാൻ. അടുത്തത്, ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല. ആരുടെയാണ് ഈ ശബരി ആശ്രമം? TR കൃഷ്ണസ്വാമി അയ്യരുടെയാണ് അല്ലെ. റിനൈസൻസ് ലീഡേഴ്സിൽ നമ്മൾ പഠിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് TR കൃഷ്ണസ്വാമി അയ്യർ. അദ്ദേഹത്തിൻ്റെതാണ് ശബരി ആശ്രമം. അദ്ദേഹം പാലക്കാട് ആരംഭിച്ച ആശ്രമമാണ് ശബരി ആശ്രമം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ശബരി ആശ്രമം, അവിടെ കസ്തൂർബ ഗാന്ധി ഒക്കെ വന്നിട്ടുണ്ട്. കസ്തൂർബ ഗാന്ധി വന്നിട്ട് അവിടെ ഒരു ക്ഷേത്രം താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയിട്ടായിട്ട് തുറന്നു കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. TR കൃഷ്ണസ്വാമി അയ്യർ എന്ന റിനൈസൻസ് ലീഡറെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഭാഗങ്ങൾ കൂടെ നോക്കുക. അപ്പൊ ഗാന്ധിജിയുടെ കേരള സന്ദർശനമാണ് ഇവിടെ പ്രധാനമായിട്ടും നോക്കേണ്ടത് നമ്മൾ അല്ലെ. ഗാന്ധിജിയുടെ കേരള സന്ദർശനം 5 പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ ആരൊക്കെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്, എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പൊ പാലക്കാട് ജില്ലയിലാണ് ഈ ഒരു ശബരി ആശ്രമം ഉള്ളത്. അടുത്തത്, കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത് എവിടെയാണ്? അതായത് ഇപ്പോഴത്തെ കാസർഗോഡ്, കണ്ണൂര് ആ ഒരു ഏരിയയിലാണ് മൂഷക വംശം എന്ന് പറയുന്ന രാജാവ് അല്ലെങ്കിൽ രാജവംശം ഭരിച്ചിരുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട
രാജാക്കന്മാരെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അവിടുത്തെ രാജസദസ്സിലുണ്ടായിരുന്ന ഒരു കവിയാണ് അതുലൻ, അല്ലെ? അതുലൻ എഴുതിയ കൃതിയാണ് മൂഷകവംശം. ആ കൃതിയിൽ നിന്നാണ് അന്നത്തെ ആ രാജവംശത്തെ കുറിച്ചിട്ടും അവരുടെ രാജാക്കന്മാരെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോ ഈ ഒരു രാജവംശത്തെ ഏഴിമല രാജവംശം എന്നും ഒക്കെ പറയുന്നുണ്ട്. അത് ഭരണം നടത്തിയിരുന്നത് ആരാണ്? കോലത്തുനാട്. ആദ്യ രാജവംശമായ മൂഷകവംശം ഭരണം നടത്തിയിരുന്നത് കോലത്തുനാടാണ്. ഓക്കെ, അപ്പൊ വേണാട് രാജവംശമൊക്കെ നമുക്കറിയാം, അല്ലെ? വേണാട് രാജവംശമാണ് പിന്നീട് തിരുവിതാംകൂർ രാജവംശമായിട്ട് മാറുന്നത്. അതായത് അതിന്റെ ഏരിയ ഒക്കെ വിസ്തൃതിയൊക്കെ വർദ്ധിപ്പിച്ചിട്ട് കുറച്ചും കൂടെ നല്ല പ്രൗഢിയോടുകൂടി വരുന്ന രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം. അപ്പൊ കോലത്തുനാടാണ് മൂഷകവംശം എന്ന് പറയുന്ന രാജവംശമായിട്ട് അല്ലെങ്കിൽ ഭരണം നടത്തിയിരുന്ന രാജവംശം. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുവിധപ്പെട്ട എല്ലാ പ്രിലിംസ് അല്ലെങ്കിൽ 10th ലെവൽ പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ്, അല്ലെ? അല്ലെങ്കിൽ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. അപ്പൊ മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അവയുടെ ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും കൃത്യമായിട്ട് പഠിക്കാം. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഏതിൽ പറയുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്നത്, അല്ലെ? മൗലിക അവകാശങ്ങളില് പാർട്ട് 3 ആണത്. അപ്പൊ ഈ 12 മുതൽ 35 വരെയുള്ള ഓരോന്നും സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ, അല്ലെ? ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 24. അപ്പൊ അങ്ങനെ ഓരോന്നും എടുത്ത് പഠിക്കുക. ഇവിടെ സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 31 പറഞ്ഞിരുന്ന കാര്യമായിരുന്നു, അല്ലെ? ഇപ്പൊ അതില്ല, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, അല്ലെ? 31ാമത്തെ. അപ്പൊ സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്? നിയമപരമായിട്ടുള്ള ഒരു അവകാശം മാത്രമാണ്. മൗലിക അവകാശങ്ങളിൽ നിന്നും അത് നീക്കിക്കളഞ്ഞു. ക്ലിയർ ആണല്ലോ? അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ ഇതൊക്കെ നമ്മുടെ മൗലിക അവകാശങ്ങളിൽ പെടുന്നതാണ്. സഞ്ചരിക്കാനുള്ള അവകാശം എന്താണ്? ഫണ്ടമെന്റൽ ഫ്രീഡംസ് പറയുന്നുണ്ട്. 6 ഫണ്ടമെന്റൽ ഫ്രീഡം ആണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. അതിലൊന്നാണ് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള അവകാശം, അല്ലെ? ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഇതെല്ലാം എവിടെ പറയുന്നുണ്ട്? ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്നുണ്ട്. എന്നാൽ സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം മുൻപ് ഉണ്ടായിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നു. 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ വന്നപ്പോൾ 7 എണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം എടുത്തു മാറ്റിയത് ഇതാണ്. ഓക്കെ, എടുത്തു മാറ്റിയാണ് ചെയ്തത്. ഇപ്പൊ അത് നിയമപരമായിട്ടുള്ള അവകാശം മാത്രമാണ്. അടുത്തത്, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. നമുക്ക് പറഞ്ഞു 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു, അല്ലെ? ഇവ നമുക്ക് എവിടെയെങ്കിലും നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. നേരിട്ട് നമുക്ക് ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാം. ഇതാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32 ഇത് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സിലല്ലേ ഉൾപ്പെടുന്നത്. അപ്പോ ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെയെങ്കിലും നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാം. ഏതൊക്കെ കോടതിയെ? സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും നമുക്ക് സമീപിക്കാവുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്നതാണ് റിട്ടുകൾ. 5 തരത്തിലുള്ള റിട്ടുകളാണ് ഉള്ളത്. ഈ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം ആർക്കാണ്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ്. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം പറയുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതിക്ക് ആർട്ടിക്കിൾ 226 പ്രകാരവുമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്. അപ്പൊ ഇതൊക്കെ പഠിക്കാനുള്ളതാണ്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. അപ്പൊ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്. ഏതെങ്കിലും മൗലിക അവകാശം നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് എവിടെ സമീപിക്കാം? കോടതിയെ സമീപിക്കാം. സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നമുക്ക് നേരിട്ട് സമീപിക്കാവുന്നതാണ്. മനസ്സിലായോ? അതിനുവേണ്ടി പുറപ്പെടുവിക്കുന്നതാണ് റിട്ടുകൾ. അപ്പോൾ ഈയൊരു മൗലിക അവകാശത്തെയാണ് BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിക്കപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഓക്കെ, അടുത്തത്
ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ ആണ്. എന്നാൽ പ്രിയാമ്പിൾ ആരാണ് എഴുതിയത്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. ലക്ഷ്യപ്രമേയം എന്ന പേരില് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച പോയിന്റുകളാണ് പിന്നീട് നമ്മുടെ ആമുഖമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. അപ്പോൾ ആരാണ് ആമുഖം എഴുതി തയ്യാറാക്കിയത്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയങ്ങളാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ആമുഖമായിട്ട് മാറുന്നത്. ഓക്കെ, ഇത് USA നിന്നും കടമെടുത്തിരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ പ്രിയാമ്പിള് അമേരിക്കയിൽ നിന്നും കടമെടുത്തിരിക്കുന്ന പ്രിയാമ്പിളാണ്. അതില് ബിൽ ഓഫ് റൈറ്റ്സ് ഇല്ലേ, അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി. അപ്പോ അമെൻഡ് ചെയ്യാറുണ്ട് അല്ലെ. അമെൻമെന്റുകള് അത് കറണ്ട് അഫെയർ ചേർത്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും അവസാനം വന്ന അമെൻമെന്റ് 106ാമത്തെ അമെൻമെന്റ് 2023 വന്ന 106ാമത്തെ അമെൻമെന്റ് എന്തായിരുന്നു? ജമ്മു കാശ്മീരിനെ സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ടത്, നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടത്, ധനബില്ലുകളുമായി ബന്ധപ്പെട്ടത്, പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണം സംബന്ധിച്ചുള്ളത്. ഏതാണ് 106ാമത്തെ? നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് 106ാമത്തെ അമെൻമെന്റ്. 2023 ഇത് നിലവിൽ വന്നത്. അപ്പൊ ഇതെല്ലാം ഈ റീസെന്റ് ആയിട്ട് വരുമ്പോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കണം. 100ന് ശേഷമുള്ള എല്ലാ അമെൻമെന്റുകളും നോക്കി പഠിക്കണം കേട്ടോ. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അല്ലെ. അപ്പൊ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ ഒന്നായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അപ്പൊ ഈ ഇന്ത്യ ചെതറിക്കിടക്കുകയാണ്, 500-ലധികം നാട്ടുരാജ്യങ്ങളായിട്ട് ചെതറിക്കിടക്കുകയാണ്. അവ ഒന്നിപ്പിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഒരു യൂണിയൻ ആക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചതാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നടക്കുന്നത്. അപ്പൊ അതിലെ ചില നാട്ടുരാജ്യങ്ങൾ വിട്ടുനിന്നു അല്ലെ. ഏതൊക്കെയാണ്? കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ് പോലെയുള്ള നാട്ടുരാജ്യങ്ങളൊക്കെ വിട്ടുനിന്നു. എന്നാൽ അവയൊക്കെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ പലതരത്തിലുള്ള നടപടികളും സ്വീകരിച്ചു. അതിൽ ഏതൊക്കെയാണെന്ന്? സൈനിക നടപടി, ലയന കരാർ, അനുരഞ്ജനം. ഏതാണ്? സൈനിക നടപടിയിലൂടെയാണ് ഏതിനെയൊക്കെ ചേർത്തത്? ഹൈദരാബാദിനെയൊക്കെ കൂട്ടിച്ചേർത്തത് അല്ലെ. അപ്പോ ഏതൊക്കെ? ചിലർക്ക് ലയന കരാറുകൾ ഒപ്പിട്ടു, ചിലരെ അനുരഞ്ജനത്തിലൂടെയും ഒക്കെ നാട്ടുരാജ്യങ്ങളെല്ലാം സംയോജിപ്പിച്ച് ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ ആക്കി മാറ്റി. അപ്പൊ ഇത് മൂന്നും ഉണ്ട്. സ്വീകരിച്ച മാർഗങ്ങളില് സൈനിക നടപടിയും ലയന കരാറും അനുരഞ്ജനവും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ ഉൾപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഈ ടോപ്പിക്കുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് GK-ല്. ഹിസ്റ്ററി എടുക്കുകയാണ്, ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. മാത്രമല്ല പാഠപുസ്തകത്തിലുള്ള ഭാഗങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഇനി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന എക്സാം 10th പ്രിലിംസ് ആണ്. അവിടെ നല്ല നല്ല പോസ്റ്റുകളിലേക്കുള്ള കോമൺ എക്സാം ആണ് നടക്കാൻ പോകുന്നത്. ലാബ് അസിസ്റ്റന്റ് ഉണ്ട്, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OA അല്ലെ. അത്യാവശ്യം നല്ല രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം നിയമനം നടന്ന ഒരു പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് OA. അപ്പൊ അതിലേക്കൊക്കെയുള്ള ഒരു ചുവടുവെപ്പിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. ആ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് നമ്മൾ ഒരു 45 ദിവസത്തെ ഒരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് 10th പ്രിലിംസിന് വേണ്ടിയിട്ട്. അപ്പൊ ഡിസംബർ 28-നാണ് ആദ്യഘട്ട പരീക്ഷ നടക്കുന്നത്. ജനുവരിയിൽ പരീക്ഷയുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇനിയുള്ള ദിവസം എങ്ങനെ പഠിക്കണം, എന്താ പഠിച്ചതൊക്കെ എത്രത്തോളം ആയി, അങ്ങനെയൊക്കെ ആശങ്കപ്പെടുന്നവരാണ്. പഠിച്ചതൊക്കെ കുറെ മറന്നുപോയി, ഇനി എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ആശങ്കപ്പെട്ടിരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. കൃത്യമായിട്ട് സിലബസ് അനുസരിച്ചിട്ട്, അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് 45 ദിവസം ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ തരുന്നത്. ഒപ്പം ലൈവ് ക്ലാസ്സുകളും ക്വറി ഡിസ്കഷനും നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെഷൻസും ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. പ്രിലിംസ് നമുക്ക് ഏറ്റവും കുറച്ചുകൂടി ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇംഗ്ലീഷ് പോലെയുള്ള നമുക്ക് കുറച്ച് കട്ടിയുള്ള ഭാഗങ്ങളൊന്നും തന്നെ നമുക്ക് അവിടെ പഠിക്കാനില്ല അല്ലെ. GK ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രിലിംസ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനിയുള്ള ദിവസം നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു 45 ഡേ ബാച്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ മറക്കാതെ ജോയിൻ ചെയ്യുക.
ബോർഡ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് പറ്റും. 8590202323 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്